ഹലോ ഗൈസ്, ഗ്യാസ് ഞാൻ എൻ്റെയൊക്കെ ഒരു 3 മാസം നിൽക്കും ഗ്യാസിൻ്റെ കാലാവധി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതിശയം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളാണ്. നമ്മളുടെ ഈ പരിഷത്തിൻ്റെ ചൂടാറാപ്പെട്ടി കുറേ വർഷമായിട്ടോ എനിക്ക് ചേച്ചി കൊണ്ട് തന്നാണ്. അപ്പോൾ നമ്മളതിൽ ആദ്യം തന്നെ നമ്മൾ ചോറ് നന്നായിട്ട് തിളച്ച് ഒരു അരിയുടെ ഒരു ഷേപ്പ് അങ്ങോട്ട് മാറുമല്ലോ, കുറച്ച് ഇതുപോലെ ഒരു അരമണിക്കൂർ നമ്മളൊന്ന് ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ മാറും. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ തിളയ്ക്കുമ്പോഴായിരിക്കണം കേട്ടോ ഓഫ് ചെയ്യേണ്ടത്. അത് തിളച്ച് കണ്ടോ, ഇങ്ങനെ ഈ തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് നല്ല ടൈറ്റുള്ള അതിൻ്റെ തന്നെ ആ മൂടി കണ്ടോ, ഒരു ഗ്യാസ് പോലും അതിൽ പുക പോകുന്നില്ല, കണ്ടാവി പോകുന്നില്ല. നമ്മളതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ചൂടാറാപ്പെട്ടി. കണ്ടോ, പരിഷത്തിൻ്റെയാണത്, കുറച്ച് പഴയതാണ്. എൻ്റെ കുറേ വർഷമായിട്ടോ, അതൊരു 5-6 വർഷമായിട്ടാണ് ഞാൻ വീട് ഓപ്പണിങ്ങിന് സമയത്ത് തന്നാണ് ചേച്ചി എനിക്ക്. നമ്മളതിൽ ഇതുപോലെ അടിയിലൊരു അട്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരത്തെ ഉള്ളത് പോയി, അപ്പോൾ ഞാൻ ഇതാണ് വെച്ചിരിക്കുന്നത്. അതെന്ത് വേണമെങ്കിലും വെക്കാം. അതായിട്ട് നമ്മളതിൽ ഇറക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, മൂടി പക്കയായിരിക്കണം. അതിന് ശേഷം നമ്മളതിനെ കമിഴ്ത്തിയിട്ടാണ് അടയ്ക്കുക. അടച്ചിട്ട് നമുക്കതിലെ ഭാരം, നമുക്കെന്തെങ്കിലും അത് കുറച്ച് ലൂസുണ്ട്, കുറച്ച് പഴയതും ആയതുകൊണ്ട് ലൂസില്ലെങ്കിൽ നമുക്കതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ചെറിയൊരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് അവിടെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞമ്മയുണ്ടല്ലോ ഇടിക്കണത്, അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് വെച്ചൊരു നമുക്കൊരു കറക്റ്റ് ഞാൻ കുറുവ അരിയാണ്, എസ്റ്റേ അരിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊരു 1/2-3/4 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി പണി കഴിയുമ്പോഴത്തേനും നമുക്കത് എടുത്ത് മാറ്റാം. നോക്കിയാൽ നിങ്ങൾ കണ്ടോളൂ, ചോറ് കറക്റ്റായിട്ട് കണ്ടോ, വേവ് കറക്റ്റാണ് ഗൈസ്. ഒന്നും നമുക്കിനി ചെയ്യണ്ട, നേരെ കണ്ടോ വേവ് കണ്ടോ, കറക്റ്റായിട്ട് ചോറ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ കമിഴ്ത്തിയാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇതാണ് ഞാൻ ചെയ്യുന്ന ടെക്നിക്ക്. ഓക്കേ.